Every finite dimensional inner product space has an orthonormal basis. നമ്മൾ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് കൺസിഡർ ചെയ്യണം. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഒരു വെക്റ്റർ സ്പേസിൽ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് ഇറ്റ് സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു ഓർത്തോനോർമൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ സപ്പോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യാണ്. സേ വി. Choose a basis for V. Apply the Gram-Smith procedure to it, producing an orthonormal list with the length dimension V. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു പ്രോബ്ലത്തിൽ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനോട് ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? ഒരു ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് എടുക്കുന്നു. അതിൻ്റെ ഒരു ബേസിസ് കൺസിഡർ ചെയ്യണം. ബേസിസ് അല്ലെങ്കിൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കൺസിഡർ ചെയ്യണം. ദെൻ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് യൂസ് ചെയ്തിട്ട് ആൻഡ് അപ്ലൈയിങ് ദി ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ വി ക്യാൻ ഫോം ആൻ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ്. ഓക്കെ, ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഫോം ചെയ്യണം. അപ്പോൾ E1 E2 എക്സ്ട്രാ EM, അപ്പോൾ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M ആണെന്നുണ്ടെങ്കിൽ M ഓർത്തോനോർമൽ വെക്റ്റേഴ്സിനെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഫോം ചെയ്യുന്ന ഓർത്തോനോർമൽ ലിസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് V ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത്രയും വെക്റ്റേഴ്സിനെ നമ്മൾ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആയിട്ട് ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണെന്ന്. അപ്പോൾ അതിലൊരു ഇന്നർ പ്രോഡക്റ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇന്നർ പ്രോഡക്റ്റിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വരുമല്ലോ. അതിൽ നമ്മളിവിടെ ഈ വെക്റ്റർ സ്പേസിൽ അപ്ലൈ ചെയ്തേക്കുന്ന ഇന്നർ പ്രോഡക്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ every orthonormal list of vectors in V with length dimension V is an orthonormal basis of V. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്, ഒരു റിസൾട്ടായിട്ട് നോക്കിയതായിരുന്നു. നമ്മൾ എടുക്കുന്ന ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷനോട് ഈക്വലൻ്റ് ആണെങ്കിൽ അതെന്തായി മാറും? ഒരു ഓർത്തോനോർമൽ ബേസിസ് ആയി മാറും. ഹെൻസ് ദിസ് ഓർത്തോനോർമൽ ലിസ്റ്റ് ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്തിട്ട് ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്യുക. ദെൻ ഒരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ലെങ്ത് വിച്ച് ഹാവിങ് ദി സെയിം ലെങ്ത് ഓഫ് ദി ഡയമെൻഷൻ ഓഫ് ദി ഗിവൺ വെക്റ്റർ സ്പേസ്. ദെൻ that orthonormal list itself is an orthonormal basis for the vector space. Okay, next one is also a proposition. Suppose V is finite dimensional, then every orthonormal list of vectors in V can be extended to orthonormal basis of V. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ എവറി ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ വി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ് ഓഫ് വി. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത റിസൾട്ട് എന്തായിരുന്നു? ഒരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനോട് ഇക്വലൻ്റ് ആണെങ്കിൽ അതൊരു ബേസിസ് ആയി മാറും എന്ന് പറഞ്ഞു. ഇനി ആ ലെങ്ത്തിനോട് ഇക്വലൻ്റ് അല്ലാത്ത ഓർത്തോനോർമൽ വെക്റ്റേഴ്സും എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് M ആണെങ്കിൽ, ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 വെക്റ്റേഴ്സ് E1 E2 എന്നുള്ള 2 വെക്റ്റേഴ്സ് ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സും ഫോം ചെയ്യാമെന്നുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. എപ്പോഴും ഡയമെൻഷനോട് ഈക്വലൻ്റ് ആയിട്ട് തന്നെ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഡയമെൻഷനോട് ഈക്വലൻ്റ് അല്ലാത്ത ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിനെയും നമുക്കൊരു ബേസിസ് ആക്കി, ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ആക്കി മാറ്റാൻ സാധിക്കും. അതാണ് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പ്രൂവ് ചെയ്യണം. സോ സപ്പോസ് E1 E2 extra EM is an orthonormal list of vectors in V, then E1 E2 extra EM is linearly independent. Okay, നമ്മൾ ഒരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ്
വെക്റ്റർ സ്പേസ് വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഓർത്തോനോമൽ വെക്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാണ്. സേ E1 E2 എക്സ്ട്രാ EM. ഇനി എവറി ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ലാസ്റ്റ് റിസൾട്ടിൽ നോക്കിയതായിരുന്നു. സോ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? E1 E2 എക്സ്ട്രാ EM എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. Hence this can be extended to a basis E1 E2 extra EM and V1 V2 extra Vn of V. By this proposition, every linearly independent list of vectors in a finite dimensional vector space can be extended to a basis for the vector space. നമ്മൾ ഇതിനു മുന്നേ നോക്കിയ ഒരു റിസൾട്ട് ആയിരുന്നു. ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ നിന്ന് എടുത്താൽ നമുക്ക് അതിനൊരു ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റും. സോ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിവിടെ E1 E2 എക്സ്ട്രാ EM എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ഫോർ ദി വെക്റ്റർ സ്പേസ് V എന്ന് നമുക്ക് കിട്ടി. അതിനെന്താക്കി മാറ്റാം? ഒരു ബേസിസ് ആയിട്ട് നമുക്ക് മാറ്റാം ബൈ ആഡിങ് സം അതർ വെക്റ്റേഴ്സ് സേ V1 V2 എക്സ്ട്രാ Vn ഓഫ് V. അപ്പോൾ ഇതിപ്പോൾ എന്തായി? E1 E2 എക്സ്ട്രാ EM V1 V2 എക്സ്ട്രാ Vn എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആയിട്ട് മാറി ബൈ ദിസ് റിസൾട്ട്. നൗ അപ്ലൈ ദി ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ ടു E1 E2 extra EM V1 V2 extra Vn producing an orthonormal list E1 E2 extra EM F1 F2 extra Fn. ഇനി നമ്മൾ ഇപ്പോൾ E1 E2 extra En എന്ന് പറയുന്നത് ഓൾറെഡി ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ്. പക്ഷേ V1 V2 എക്സ്ട്രാ Vn എന്ന് പറയുന്നത് നോർമൽ വെക്റ്റേഴ്സ് ആണ്. അത് നമ്മൾ വെറുതെ ആ E1 E2 എക്സ്ട്രാ EM എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആയതുകൊണ്ട് കുറച്ച് വെക്റ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ബേസിസ് ആക്കി മാറ്റി. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള E1 E2 എക്സ്ട്രാ EM V1 V2 എക്സ്ട്രാ Vn എന്ന് പറയുന്നത് ബേസിസ് വെക്റ്റേഴ്സ് ആണ്. അതുപോലെ അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ്. സോ നമുക്കൊരു വെക്റ്റർ സ്പേസിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആൻഡ് അപ്ലൈയിങ് ദി ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ വി ക്യാൻ ഫോം ആൻ ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ഫോർ ദി വെക്റ്റർ സ്പേസ്. ഓക്കെ, ആ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണത്. ഈ E1 E2 എക്സ്ട്രാ EM V1 V2 എക്സ്ട്രാ Vn എന്നുള്ള വെക്റ്റേഴ്സിന് ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ അപ്ലൈ ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോമൽ വെക്റ്റേഴ്സിനെ ഫോം ചെയ്യാണ്. അപ്പോൾ ഈ E1 E2 എക്സ്ട്രാ EM എന്ന് പറയുന്നത് ഓൾറെഡി ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇനി ഫോം ചെയ്താലും സെയിം വാല്യൂസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി V1 V2 എക്സ്ട്രാ Vn എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സിന് ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ ഇങ്ങനെ ഓരോ ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ഫോം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വെക്റ്റേഴ്സായിട്ട് നമ്മൾ F1 F2 എക്സ്ട്രാ Fn എന്ന് എടുക്കുകയാണ്. അതായത് V1 എന്നുള്ള വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോമൽ വെക്റ്ററിനെ F1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, V2ന് കറസ്പോണ്ടിങ് ആയിട്ട് F2, അതുപോലെ Vnന് കറസ്പോണ്ടിങ് ആയിട്ട് Fn. ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. Now here the formula given by Gram-Smith procedure leaves the m vectors unchanged because they are already orthonormal. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ, നമ്മൾ ഓൾറെഡി ഓർത്തോനോമൽ ആയതുകൊണ്ടാണ് E1 E2 എക്സ്ട്രാ EMന് വേറെ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാത്തത്. Hence the list of above vectors is an orthonormal basis of V. Since every orthonormal list of vectors in V with the length of dimension V is an orthonormal basis for the vector space V. Using this result we can say that this orthonormal vectors is an orthonormal basis for the vector space V. അതായത് ഇപ്പോൾ നമ്മൾ E1 E2 എക്സ്ട്രാ EM എന്ന് എടുത്തപ്പോൾ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി? m+n ആയില്ലേ? കാരണം E1 E2 എക്സ്ട്രാ EMൻ്റെ കൂടെ ഈ m വെക്റ്റേഴ്സ് ആഡ് ചെയ്തപ്പോൾ അത് അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറി യൂസിങ് ദിസ് റിസൾട്ട്. അപ്പോൾ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി ബേസിസ് ആണ് ആക്ച്വലി വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വിയുടെ ഡയമെൻഷൻ എന്തായി? m+n ആയി. ഇപ്പോൾ നമ്മളിവിടെ ഗ്രാം-സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് എത്ര ഓർത്തോനോമൽ വെക്റ്റേഴ്സിനെ ഫോം ചെയ്തു? m+n വെക്റ്റേഴ്സ് ഫോം ചെയ്തില്ലേ? സോ ദീസ് ഓർത്തോനോമൽ വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷനോട് ഇക്വലൻ്റ് ആയി. സോ അതെന്തായി മാറി? ഒരു ഓർത്തോനോമൽ ബേസിസ് ആയി ഫോർ ദി വെക്റ്റർ സ്പേസ് V. Thus our proof is completed. That is, every orthonormal list of vectors in V can be extended to a orthonormal basis for the vector space V. Next topic, linear functional. A linear functional on a vector space V is a linear map from V to F. In other words, a linear functional is an element of L of Vf.
അപ്പോൾ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ഫീൽഡിലോട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് പറയുന്നത്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്റ്റർ സ്പേസിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന മാപ്പിംഗ്, ആൻഡ് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ആ സെയിം വെക്റ്റർ സ്പേസിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന മാപ്പിങ്ങിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അത് വെക്റ്റർ സ്പേസിൽ നിന്ന് ഫീൽഡിലോട്ടായിരിക്കും ആ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, then അതിനൊരു എക്സാമ്പിൾ ആയിട്ട് phi is a function from f3 to f defined by phi of z1 z2 z3 is equal to 2z1 minus 5z2 plus z3 is a linear functional on f3. അതായത് ഇപ്പോൾ നമ്മൾ z ആയിട്ട് z1 z2 z3 എന്നും u ആയിട്ട് 2 5 1 എന്നെടുക്കുകയാണ്, അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻസ്. ദെൻ phi ഓഫ് ഇസഡിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇസഡ് യു എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് ട്രിപ്ലറ്റുകളുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴല്ലേ നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് z1 z2 z3 ഇൻറ്റു 2 5 മൈനസ് 1 5. ഇത് ചെയ്യുമ്പോഴാണ് ആക്ച്വലി 2 ഇൻറ്റു z1 മൈനസ് 5 ഇൻറ്റു z2 പ്ലസ് z3 എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി എന്താ, യൂക്ലിഡിയൻ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് 3 ആയിട്ടുള്ള രണ്ട് ട്രിപ്ലറ്റുകളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അതിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ phi ഓഫ് ഇസഡിനെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഇസഡ് യു എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ഫങ്ഷണൽ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ P2 ഓഫ് R2 R എന്നുള്ള ഫീൽഡിലോട്ട് ഡിഫൈൻ ചെയ്യണ phi ഓഫ് ഈസ് ഡിഫൈൻഡ് ബൈ -1 to 1 P ഓഫ് ടി കോസ് ഓഫ് പൈ ടി ഡി ടി ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ P2 ഓഫ് R. ഇത് രണ്ടും ലീനിയർ ഫങ്ഷണലിന് എക്സാമ്പിളാണ്. അടുത്തായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. സപ്പോസ് V ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആൻഡ് phi ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ ദി വെക്റ്റർ സ്പേസ് V, then there is a unique vector U element of V such that phi of V is equal to inner product of V U. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് V കൺസിഡർ ചെയ്യാണ്. അതുപോലെ തന്നെ phi എന്നുള്ളത് ഒരു ലീനിയർ ഫങ്ഷണൽ ഓൺ V ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ലീനിയർ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ വെക്റ്റർ സ്പേസ് V ടു ഫീൽഡിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന മാപ്പിംഗ്. Then there is a unique vector U element of V such that phi of V is equal to inner product of V U. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ സ്പേസ് വിയിൽ ഈ യു എന്നുള്ള വി എന്നുള്ള വെക്റ്റർ സ്പേസ് വെക്റ്റർ സ്പേസ് വിയിൽ യു എന്നുള്ള ഒരു യുണീക്ക് വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ഫോർ എവറി വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് യു സാറ്റിസ്ഫൈങ് phi ഓഫ് വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. അതായത് നമ്മൾ വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആയിട്ടാണ് എടുക്കുന്നത്. phi എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷനാണ് ഓൺ ദി വെക്റ്റർ സ്പേസ് വി. ദെൻ വെക്റ്റർ സ്പേസ് വിയിലെ ഏതൊരു വെക്റ്റർ വി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു യുണീക്ക് വെക്റ്റർ ആയിട്ടുള്ള യു എന്നുള്ള ഒരു വെക്റ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ phi ഓഫ് വി വിൽ ബി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വി വിൽ ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ വെക്റ്റർ യു എലമെൻറ്റ് ഓഫ് വി സച്ച് ദാറ്റ് phi ഓഫ് വി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. ആഫ്റ്റർ വി വിൽ പ്രൂവ് ദി യുണീക്ക്നെസ് പ്രോപ്പർട്ടി. യുണീക്ക് വെക്റ്റർ ആണെന്നുള്ളത് അതിന് ശേഷം പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഏതൊരു വി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു വെക്റ്റർ യു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ദീസ് കണ്ടീഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So let even e to extra en be an orthonormal basis for the vector space V. Then phi of V can be written as phi of inner product of V E1 into E1 plus etc. V En into En. അതായത് നമ്മളൊരു റിസൾട്ട് ആയിട്ട് ഇതിന് മുന്നേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സപ്പോസ് E1 e to extra En is an orthonormal basis for V. Then for every V element of V can be written as like this. അപ്പോൾ E1 e to extra En എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസിസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ വിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഇ വൺ ഇൻറ്റു ഇ വൺ പ്ലസ് എക്സ്ട്രാ വി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഇ എൻ ഇൻറ്റു ഇ എൻ. ഓക്കെ, രണ്ട് സൈഡിലും ഫൈ അപ്ലൈ ചെയ്തെന്നേ ഉള്ളൂ. ഇനി
ഇനി ഫൈ എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷനിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫൈ എന്നുള്ളതിന് ഉള്ളിലോട്ട് എടുക്കുകയാണ്. ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫൈയുടെ ഔട്ട് സൈഡിന് എടുക്കാം. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഇ വൺ ഇൻറ്റു ഫൈ ഓഫ് ഇ വൺ പ്ലസ് എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഇ എൻ ഇൻറ്റു ഫൈ ഓഫ് ഇ എൻ എന്ന് കിട്ടി. ഇനി ഈ ഈ വാല്യൂവിനെ, ഈ ഫൈ ഓഫ് ഇ വൺ എന്നുള്ള വാല്യൂവിനെ നമ്മൾ ഈ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് സ്ലോട്ടിലോട്ട് എടുക്കുകയാണ് ഈ ക്വാണ്ടിറ്റീനെ. അപ്പോൾ സെക്കൻഡ് സ്ലോട്ടിലോട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ, അപ്പോൾ ഇത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ലാംഡ വി എന്ന് പറയുന്നത് ഈ ലാംഡേനെ സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ലാംഡ ബാർ ആണ് പുറത്തോട്ട് വരുന്നത്. ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ലാംഡ മാത്രമേ വരുള്ളൂ. സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ലാംഡ ബാർ എന്നുള്ള ഒരു ടേം വരും. ഇനി ഓൾറെഡി ഇവിടെ ഒരു ലാംഡ ബാർ ഉണ്ടെന്ന് വിചാരിക്കുക. സെക്കൻഡ് സ്ലോട്ടിൽ ഓൾറെഡി ഒരു ലാംഡ ബാർ ഉണ്ടെങ്കിൽ പുറത്ത് വരുമ്പോൾ എന്താവും, ലാംഡ ആവില്ല. കാരണം അതിൻ്റെ പിന്നെയും ഒരു ബാർ എടുക്കുമ്പോൾ കോഞ്ചുഗേറ്റിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ സെയിം വെക്ടറായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവിൻ്റെ പിന്നെ ഇപ്പോൾ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ പിന്നെ പോസിറ്റീവ് ആയിട്ടല്ലേ കിട്ടുക. സോ ലാംഡ ബാർ ഓഫ് ബാർ എന്നുള്ളതാണ് ലാംഡ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പുറത്ത് കിടക്കുന്ന ഈ ടേമിന് ഫൈ ഓഫ് ഈവൺ എന്ന ടേമിന് ബാർ ഇല്ല. അപ്പോൾ അത് അകത്തോട്ട് എടുക്കുമ്പോൾ ബാർ ഉണ്ടാവണം, എന്നാലേ അത് പുറത്തോട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് ആ ബാർ ഇല്ലാത്ത ടേമായിട്ട് വരാം. അപ്പോൾ യു ഓഫ് ഫൈ ഓഫ് ഈവൺ ബാർ ഈവൺ എന്ന് പറയുന്നതായിരിക്കും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു ഈവൺ ഫൈ ഓഫ് ഈവൺ ഡബിൾ ബാർ വരും. അതിനെയാണ് ഫൈ ഓഫ് ഈവൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈ ഓഫ് ഈവൺ എന്നുള്ള ടേമിനെ ഈ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ അകത്തോട്ട് എടുക്കുമ്പോൾ ബാർ ഇൻക്ലൂഡഡ് ആവും ബൈ ദിസ് പ്രോപ്പർട്ടി. സിമിലർലി ഫൈ ഓഫ് ഇ എൻ വരെയുള്ള ടേംസിനെ എല്ലാം ഉള്ളിലോട്ട് എടുത്തു. ഇനി ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഇന്നർ പ്രൊഡക്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സ്ലോട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് സ്ലോട്ടിൽ ആ വെക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റിൻ്റെയും ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി വി തന്നെയല്ലേ. അപ്പോൾ വി പ്ലസ് വി പ്ലസ് വി പ്ലസ് എന്ന് എഴുതേണ്ട, വി എന്ന് മാത്രം എഴുതിയത്. ദെൻ സെക്കൻഡ് സ്ലോട്ടിലുള്ള എല്ലാത്തിനെയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്, inner product of V phi of E1 bar E1 plus etc phi of En bar into En. ഈ ടേമിന് ഇപ്പം നമ്മൾ ലാസ്റ്റ് കിട്ടിയേക്കുന്ന ഈ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് സ്ലോട്ടിലായ എലമെൻറ്റിനെ ഞാൻ യു ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ലെറ്റ് യു ഈക്വൽ ടു ഫൈ ഓഫ് E1 bar ഇൻറ്റു E1 പ്ലസ് എക്സെട്ര ഫൈ ഓഫ് En bar ഇൻറ്റു En. ഇതിനെയാണ് ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈ ഓഫ് വിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഫൈ ഓഫ് വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു. സോ ഈ ടേമിനെ എന്തായിട്ട് എടുത്താൽ മതി, യു ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് വി എന്നുള്ളൊരു വെക്ടർ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കാണിക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ യു എന്നുള്ള വെക്ടർ യുണീക്ക് ആണെന്നും കൂടി കാണിക്കാനുണ്ട്. യുണീക്ക്നെസ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ശരിക്കും എന്താ ചെയ്യാറ്, യുണീക്ക് അല്ലാന്ന് അസ്യൂം ചെയ്തിട്ട് പിന്നെ അതിനൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അതായത് രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് എടുത്തിട്ട് ആ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെന്ന് കാണിക്കുകയാണെങ്കിൽ അത് യുണീക്ക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ദർ എക്സിസ്റ്റ് രണ്ട് എലമെൻറ്റ് U1 ആൻഡ് U2 എലമെൻറ്റ് ഓഫ് V സച്ച് ദാറ്റ് ഫൈ ഓഫ് V ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VU1 ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VU2 എന്ന് ഡിനോട്ട് ചെയ്യാണ്. രണ്ട് ടേം യുവിന് പകരം യുണീക്ക് അല്ല, രണ്ടെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നു കാണിക്കുകയാണ്. ദെൻ ഈ രണ്ട് ഇന്നർ പ്രൊഡക്റ്റുകൾ ഈക്വൽ ആണെന്ന് എടുത്തു. നമ്മളതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും, ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുകയാണെങ്കിൽ 0 വരും. അപ്പോൾ 0 ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V ഇൻറ്റു U1 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VU2. ദെൻ എഗെയിൻ നമ്മളിവിടെ ആ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ സ്ലോട്ടുകളിൽ V എന്ന് എഴുതി, സെക്കൻഡിൽ U1 മൈനസ് U2 എന്നുള്ളത് എഴുതി. ദെൻ ടേക്കിംഗ് V ഈസ് ഈക്വൽ ടു U1 മൈനസ് U2. അതായത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്താ, ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവാനുള്ള പോസിബിലിറ്റി എന്താ, ഒന്നെങ്കിൽ ഇവിടെ V 0 ആയിരിക്കണം, അല്ലെങ്കിൽ U മൈനസ് 2 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ V എന്ന് പറയുന്നത് എന്തായാലും 0 ആവില്ല. So U minus 2 will be equal to 0 since the left side is 0. Then thus from this we get U1 equal to U2. Hence from this we can complete the uniqueness part of the result. So ഇതാണ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം. ഇനി അത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്.
Find u element of P2 of R such that integral minus 1 to 1 P of t into cos pi t dt equal to integral minus 1 to 1 P of t into u of t dt for every P element of P2 of R. So P2 of R ൽ നിന്ന് നമ്മളൊരു വെക്റ്റർ P എടുക്കുകയാണ്. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ യു എന്നുള്ള ഒരു വെക്റ്ററിനെയാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. P2 ഓഫ് ആറിലെ യു എന്നുള്ള ഒരു വെക്റ്ററിനെ നമുക്ക് കണ്ടുപിടിക്കണം സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ലെറ്റ് phi of p is equal to integral minus 1 to 1 p of t into cos pi t dt. Okay, then we have from the above theorem u is equal to phi of e1 bar into e1 plus etc phi of en bar into en. Race representation theorem നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇനി നമ്മൾ P2 ഓഫ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഓർത്തോനോമൽ ബേസിസ് ഫോം ചെയ്യാൻ പോകണം. അപ്പോൾ P2 ഓഫ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോമൽ ബേസിസ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് യൂസ് ചെയ്തിട്ട് 1x x സ്ക്വയർ എന്നുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് യൂസ് ചെയ്തിട്ട് ഗ്രാം സ്മിത്ത് പ്രൊസീജിയറും അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഓർത്തോനോമൽ ബേസിസ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർത്തോനോമൽ ബേസിസ് ആയിരുന്നു √1/2 √3/2 x √45/8 into x square minus 1/3 എന്നുള്ളത്. സോ P2 ഓഫ് ആർ എന്നുള്ള വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോമൽ ബേസിസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, so let e1 equal to √1/2, e2 equal to √3/2 x and e3 equal to √45/8 into x square minus 1/3. നമ്മൾ ഈ യു എന്നുള്ള വെക്റ്ററാണ് ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യു എന്നുള്ള വെക്റ്റർ ഫോം ചെയ്യാൻ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? phi of e1 ബാർ വേണം, phi of en ബാർ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ് അല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് ഫോം ചെയ്താൽ മതി? phi of e1 ബാർ ഇൻറ്റു e1 പ്ലസ് phi of e2 ബാർ ഇൻറ്റു e2 പ്ലസ് phi of e3 ബാർ ഇൻറ്റു e3. n എന്നുള്ളത് 3 ആയിരിക്കും. നമ്മൾ ഓരോന്ന് phi of e1 phi of e2 phi of e3 എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ phi of e1 എന്ന് പറയുമ്പോൾ എന്ത് വരും? e1ൻ്റെ വാല്യൂ √1/2. അപ്പോൾ phi of √1/2. ഇനി phi of p എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? phi of p is equal to integral minus 1 to 1 p of t into cos pi t dt. അപ്പോൾ ഇവിടെ p ആയിട്ട് എന്താണ് പറഞ്ഞത് അതിനെ ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് p of t എന്നുള്ളത് എന്ത് തന്നെ വരും? √1/2. ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡ് എടുക്കുക ഇൻ്റഗ്രലിന്. കോസ് പൈ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ പൈ ടി ആണ്. ഇനി നമ്മളിവിടെ ചെയിൻ റൂൾ കൊടുക്കണം. പൈ ടിയുടെ ഡെറിവേറ്റീവിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. പൈ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പോൾ പൈ ആണ്. സോ സൈൻ പൈ ടി ബൈ പൈ ടു ദി ലിമിറ്റ് -1 to 1. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ സൈൻ പൈ മൈനസ് സൈൻ ഓഫ് മൈനസ് പൈ. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് സൈൻ പൈ എന്നുള്ളത് പ്ലസ് സൈൻ പൈ ആണ്. ഇനി സൈൻ പൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ഈ മൊത്തത്തിൽ phi of e1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. സിമിലർലി phi of e2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. phi of e2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് e2 എന്ന് പറയുന്നത് √3/2 x. അപ്പോൾ p of t എന്ന് പറയുമ്പോൾ ഈ എക്സിനെ എന്താക്കി മാറ്റുക? ടി ആക്കി മാറ്റിയിട്ട് വേണം ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ √3/2 t cos pi t dt. √3/2നെ ഔട്ട് സൈഡ് എടുക്കുക, t cos pi t. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ റൂൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്: first function into integral of the second function minus integral of derivative of first into integral of the second function. അപ്പോൾ ഇവിടെ f of x ആയിട്ട് t g of x ആയിട്ട് cos pi t ഇടുക. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. cos pi t ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ sin pi t ബൈ പൈ ടു ദി ലിമിറ്റ് -1 to 1. അവിടെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെന്നുള്ളൂ. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറയുന്നത് 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് 1 ആണ്. സൈൻ കോസ് പൈ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ പൈ ടി ബൈ പൈ. ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാനുണ്ട്. ദെൻ ഇവിടെ അഗെയിൻ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു സൈൻ പൈ ടി ബൈ പൈയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ പൈ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് പൈ ടി. എഗെയിൻ ഒരു പൈയും കൂടി വരുമ്പോൾ പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ ടു ദി ലിമിറ്റ് -1 to 1. ഇനി ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ
1 to -1. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക, ദെൻ -1 കൊടുക്കുക. അപ്പോൾ 1 ഇൻറ്റു സൈൻ പൈ -1 ഇൻറ്റു സൈൻ ഓഫ് പൈ ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് -π ബൈ പൈ. സിമിലർലി ഇവിടെ കോസ് ഓഫ് പൈ ടിയുടെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് -1 ദെൻ ലോവർ ലിമിറ്റ് -1 അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് കോസ് പൈ ബൈ പൈ സ്ക്വയർ മൈനസ് കോസ് ഓഫ് -π എന്ന് പറഞ്ഞാലും കോസ് പൈ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ആ കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഇനി ഇവിടെ സൈൻ പൈ 0 ആയതുകൊണ്ട് ഈ രണ്ട് ടേമും 0 ആയിപ്പോവും. സൈൻ ഓഫ് -π എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ പൈ വരും. സൈൻ പൈ 0 ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെ വാല്യൂ 0 ആയിപ്പോവും. ഇവിടെ കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഓഫ് -1, കോസ് പൈയുടെ വാല്യൂ -1. പുറത്ത് ഇവിടെ ഒരു ഓൾറെഡി അപ്പർ ലിമിറ്റ് മൈനസ് സെക്കൻഡ് ടേമിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഓഫ് -1/π² പ്ലസ് കോസ് ഓഫ് -π എന്ന് പറഞ്ഞാലും കോസ് പൈ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ കോസ് ഓഫ് -πയുടെ വാല്യൂ -1 തന്നെ വരും. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് +1, പക്ഷെ ഇവിടെ ഒരു എഗെയിൻ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അതെന്തായി മാറും, -1/π² എന്നായിട്ട് മാറും. ദെൻ ഈ ബ്രാക്കറ്റൊക്കെ ഈ നെഗറ്റീവ്സ് എന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് +1. അപ്പം 1/π² മൈനസ് 1/π² എന്നുള്ളത് എന്ത് വരും, 0 വരും. അപ്പോൾ ടോട്ടലായിട്ട് ഫൈ ഓഫ് E2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരും. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് E1 0 വന്നു, ഫൈ ഓഫ് E2 0 വന്നു. ദെൻ ഫൈ ഓഫ് E3യുടെ വാല്യൂ നോക്കാം. E3 എന്ന് പറയുന്നത് ഇതായിരുന്നു, √45/8 ഇൻറ്റു x² മൈനസ് 1/3. അപ്പോൾ അത് ഇൻ്റഗ്രലിൻ്റെ അകത്തോട്ടാക്കുമ്പോൾ എന്താക്കണം, പി ഓഫ് ടി ആയിട്ട് മാറ്റണം. പി ഓഫ് എക്സ് എന്നുള്ളതിനെ ടി ആക്കി മാറ്റുക. അപ്പോൾ എക്സ് വന്നിടത്ത് ടി എന്നുള്ളത് റീപ്ലേസ് ചെയ്യുക. സോ √45/8 ഇൻറ്റു t² മൈനസ് 1/3 കോസ് പൈ ടി ഡി ടി. ഈ √45/8 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് അതിന് ഇൻ്റഗ്രലിനെ ഔട്ട് സൈഡ് എടുക്കുക. ദെൻ ഇവിടെ നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടേമിൽ നിൽക്കില്ല, എഗെയിൻ പിന്നെയും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ടേം, ഇൻ്റഗ്രൽ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ടേം വരും. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ചെയ്യാനുള്ള എളുപ്പ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ u എന്നുള്ള ഫംഗ്ഷനായിട്ട് എടുക്കുകയാണ്, ഇതിനെ v എന്നുള്ള ഫംഗ്ഷനായിട്ട് എടുക്കുകയാണ്. ദെൻ ഇത് ഇൻ്റഗ്രേഷൻ ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അതിന് അതുപോലെ തന്നെ എഴുതാം. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക, ഇൻ്റഗ്രൽ v. ഓക്കെ, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഇൻ്റഗ്രൽ ആദ്യം തന്നെ അതിന് ഇൻ്റഗ്രൽ ചെയ്യുക. ദെൻ ആദ്യത്തെ ടേം പ്ലസ് ആയിരിക്കും, സെക്കൻഡ് ടേം മൈനസ്, അടുത്ത ടേം പ്ലസ്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ദെൻ ഈ യു എന്നുള്ളത് ഫസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതി, ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുക u', ദെൻ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. ഈ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ എവിടെ വെച്ചിട്ട് അത് 0 ആവണം, അവിടെ വെച്ചിട്ട് നമുക്കിതിനെ നിർത്താൻ പറ്റും. ദെൻ ആദ്യം ഫസ്റ്റ് ഇൻ്റഗ്രൽ കൊടുക്കുക, ദെൻ അതിൻ്റെ സെക്കൻഡ് ഇൻ്റഗ്രൽ ഓഫ് വി, ദെൻ തേർഡ് ഇൻ്റഗ്രൽ ഓഫ് വി, ആ ഒരു രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുക. ഇതാണ് ചെയ്യുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, യു എന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക, കോസ് പൈ ടിയുടെ ഡെറിവേറ്റീവ് സൈൻ പൈ ടി ബൈ പൈ, ആദ്യത്തെ ടേം പ്ലസ്, സെക്കൻഡ് നെഗറ്റീവ് പ്ലസ്. ഓക്കെ, പിന്നെ എന്താ കൊടുക്കേണ്ടത്, u', അങ്ങനെ പോകും. അപ്പോൾ t² മൈനസ് 1/3 എന്നുള്ളത് ആദ്യം എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ t² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പോൾ 2t വന്നു. 1/3യുടെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അത് അവിടെ വെച്ച് നിന്നു. ഇനി എന്ത് ചെയ്യണ്ടേ, സെക്കൻഡ് ഡെറിവേറ്റീവ്, യുവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 2tയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ദെൻ കോസ് പൈ ടിയുടെ 2 ആണ്. ഇനി അവിടെ വെച്ച് നിർത്താം, കാരണം എന്താ, ഇനി അടുത്ത ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരുന്നു. നമുക്ക് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ദെൻ കോസ് പൈ ടിയുടെ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ പൈ ടി ബൈ പൈ. ദെൻ ഇതിൻ്റെ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ പൈ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് പൈ ടി, ഇവിടെ ഓൾറെഡി ഒരു പൈ ഉണ്ട്, ഈ പൈ ടിയുടെ ഡെറിവേറ്റീവും കൂടി വരുമ്പോൾ π² എന്ന് വരും. ദെൻ ഇതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ പൈ ടി ബൈ π³ എന്ന് വരും. ഓക്കെ, കോസ് പൈ ടിയുടെ ഇൻ്റഗ്രൽ സൈൻ പൈ ടിയുടെ ഡെറിവേറ്റീവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ വന്നു. ഇതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ പൈ ടിയുടെ ഡെറിവേറ്റീവ് ഉള്ള ഇൻ്റഗ്രൽ, സൈൻ പൈ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് പൈ ടി, എഗെയിൻ ഒരു പൈയും കൂടി വരുമ്പോൾ π × π² എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഈ കോസ് പൈ ടീനെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ളത്, മൈനസ് π
ബൈ പൈ സ്ക്വയർ എന്നുള്ള ഓൾറെഡി ഇവിടെ ഉണ്ട്. കോസ് പൈ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ പൈ ടി ബൈ പൈ എന്നുകൊണ്ട് വരുമ്പോൾ പൈ സ്ക്വയർ ഇൻറ്റു പൈ ആണ് ഇവിടെ പൈ ക്യൂബായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും സൈൻ്റെ ടേം അല്ലേ, അപ്പോൾ നമ്മളിവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ പൈ എന്നുള്ള ടേം കോമൺ ആയിട്ട് വരുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി, കാരണം ഇത് രണ്ടും ഓൾറെഡി 0 ആവും, 1ഉം -1ഉം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടേം സ്കിപ്പ് ചെയ്യാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. Then minus into minus positive 2t cos pi t by pi to the limit -1 to 1. ഇനി എന്ത് കൊടുക്കുക, 2 ടിക്ക് ആദ്യം 1 കൊടുക്കുക, അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1 കൊടുക്കുക, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ 2 ഇൻറ്റു കോസ് പൈ ബൈ പൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -1 ആണ് ഇവിടെ -2 കോസ് ഓഫ് മൈനസ് പൈ ബൈ പൈ സ്ക്വയർ. കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്, അപ്പോൾ -2 ബൈ പൈ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് 2 ആണ്, പക്ഷേ ഈ കോസ് പൈയുടെ എഗെയിൻ ഒരു നെഗറ്റീവ് വന്നതുകൊണ്ട് -2 ബൈ പൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ -2 എന്ന് പറയുമ്പോൾ -4 ബൈ പൈ സ്ക്വയർ. അപ്പോൾ ഫൈ ഓഫ് E3യുടെ വാല്യൂ ആണ് √45 ബൈ 8 ഇൻറ്റു -4 ബൈ പൈ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ 1ൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 ഇതായിരുന്നു, യു ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് E1 ബാർ ഇൻറ്റു E1 പ്ലസ് ഫൈ ഓഫ് E2 ബാർ ഇൻറ്റു E2 പ്ലസ് ഫൈ ഓഫ് E3 ബാർ ഇൻറ്റു E3. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് ഫൈ ഓഫ് E1 E2 E3 ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഫൈ ഓഫ് E1ഉം ഫൈ ഓഫ് E1ൻ്റെ കോൺജുഗേറ്റും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഫൈ ഓഫ് E1ൻ്റെ വാല്യൂ 0 ആണ്, അപ്പോൾ ഫൈ ഓഫ് E1 ബാർ എന്ന് പറയുന്നതും 0 തന്നെ വരും. ഫൈ ഓഫ് E2 ബാറും എഗെയിൻ 0 ആണ്. ഫൈ ഓഫ് E3 എന്ന് പറയുന്നത് ഇതാണ്, അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെ, റിയൽ നമ്പർ ആയതുകൊണ്ട് നോ ചേഞ്ച്. √45 ബൈ 8 ഇൻറ്റു -4 ബൈ പൈ സ്ക്വയർ ഇൻറ്റു E3. അതുപോലെ തന്നെ ഇവിടെ E1 E2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. E1 എന്ന് പറയുന്നത് √1/2, E2 എന്ന് പറയുന്നത് √3/2 എക്സ് ആൻഡ് E3 എന്ന് പറയുന്നത് √45 ബൈ 8 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. √45 ബൈ 8 ഇൻറ്റു √45, ഈ ഫസ്റ്റത്തെ 2 ടേംസ് 0 ആയിപ്പോയി. √45 ബൈ 8 ഇൻറ്റു √45 ബൈ 8 എന്ന് പറയുമ്പോൾ 45 ബൈ 8 ഇൻറ്റു -4 ബൈ പൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/3. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 8ഉം 4ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് യു എന്നുള്ള വെക്റ്റർ ഫോർ ദി വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് P2R വിൽ ബി ഈക്വൽ u will be equal to -45 by 2 pi square into x square minus 1/3 എന്ന് വരും. നമുക്ക് ആ P2 of R എന്നുള്ള ആ വെക്റ്റർ സ്പേസിലെ ഒരു ആർബിട്രറി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ എലമെൻ്റ് എന്ന് പറയുന്നത് u ഈക്വൽ ടു -45 by 2 pi square into x square minus 1/3 എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വെക്റ്റർ സ്പേസിലെ വെക്റ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.